വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് 50 ആത്മകഥകൾ. എഴുതിയിരിക്കുന്നത് സുഭാഷ് ചന്ദ്രൻ. 1923 ആരംഭിച്ച മാതൃഭൂമി പുസ്തകങ്ങൾ 2023 100-ാം വാർഷികം ആഘോഷിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രൻ അത്രയും നാളും എഴുതിയിട്ടുള്ള, അതായത് പല പുസ്തകങ്ങളിലായിട്ട് കാണുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ, ദാസ് ക്യാപിറ്റൽ, അങ്ങനെ ഒരുപാട് ഓർമ്മകഥാ രചനകൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് 50 രചനകൾ എടുത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ് 50 ആത്മകഥകൾ എന്ന് പറഞ്ഞ പുസ്തകം. ഇതിൻ്റെ വില 370 രൂപയാണ്. മാതൃഭൂമി ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എനിക്കിത് കിട്ടിയിരിക്കുന്നത് ലൈബ്രറിയിൽ നിന്നാണ്. ഇത്തിരി കേടായിട്ടുണ്ട്, ഒരുപാട് പേര് എടുത്ത് വായിച്ചിട്ടുണ്ടാവും. നല്ല ഒരു പുസ്തകമാണ്. നമുക്ക് ഒരു എഴുത്തുകാരൻ്റെ ജനനം തൊട്ട് അദ്ദേഹം സഞ്ചരിച്ച വഴി, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച ദുഃഖങ്ങൾ, ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഒരു എഴുത്തുകാരൻ അയാളുടെ കഥയിലൂടെ അറിയുന്നേക്കാളും കൂടുതൽ നമുക്ക് അദ്ദേഹത്തെ പറ്റി അറിയണമെങ്കിൽ ഈ ഓർമ്മക്കുറിപ്പുകൾ വായിക്കുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ എഴുത്തുകാരനെ അറിയുന്നത് നമ്മൾ അപ്പോഴാണ്. അപ്പോൾ കടുങ്ങല്ലൂരിൽ ജനിച്ച് 5 മക്കളാണ്. അപ്പോൾ അഞ്ചാമനായിട്ട്, അപ്പോൾ 4.5 വയസ്സിൽ അഞ്ചാമനായിട്ട് ജനിക്കുകയാണ്. അപ്പോൾ 4.5 വയസ്സിൽ സ്കൂളിലെത്തുമ്പോൾ അച്ഛൻ സുരേഷ് കുമാർ എന്ന് പേര് പറയുന്നുണ്ട്, എനിക്ക് ആ പേര് വേണ്ട, എനിക്ക് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള പേര് മതിയെന്ന്. അങ്ങനെ ആ മാഷ് സുഭാഷ് ചന്ദ്രൻ ഇടാം, ബോസൊക്കെ നീ വലുതാവുമ്പോൾ ആയാൽ മതി എന്ന് പറഞ്ഞ് സുഭാഷ് ചന്ദ്രൻ എന്ന പേരിടുകയും, അങ്ങനെ ഒരുപാട് കഥകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ അധികം പഠിക്കാതിരിക്കുകയും, അപ്പോൾ അച്ഛന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, അങ്ങനെ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അത് പറ്റിയില്ല. അങ്ങനെ ലിറ്ററേച്ചർ എടുക്കുകയും മഹാരാജാസ് കോളേജിൽ നിന്നൊക്കെ നല്ല വിദ്യാർത്ഥിയായി, ഭയങ്കരമായിട്ടുള്ള ഒരു നല്ല മികച്ച വിദ്യാർത്ഥിയൊക്കെ ആയിട്ട് റാങ്കോട് കൂടിയിട്ടൊക്കെ പാസ്സായി. പിന്നീട് മാതൃഭൂമിയിലെ എഡിറ്ററൊക്കെ ആയിട്ട് ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രണയം പറയുന്നുണ്ട്. ഒരു പാരലൽ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ അതിൽ ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടിയാണ് ജയശ്രീ എന്നും, അങ്ങനെ പരസ്പരം കത്തുകൾ എഴുതുകയും ഒക്കെ, വീട്ടിലേക്ക് ആളയച്ച്, അങ്ങനെ പ്രണയമാണ് ആലോചനയുള്ള ഒരു വിവാഹം പോലെ ആയിട്ട് അവരുടേതായി. അങ്ങനെ കോഴിക്കോട് ഇവർ രണ്ടുപേരും കൂടി താമസിക്കുമ്പോൾ വാടക വീട്ടിൽ ഓവുചാലിൽ നിന്ന് വെള്ളം കയറി, മഴ പെയ്തിട്ട് ഓവുചാലിൽ നിന്ന് വെള്ളം കയറി പുസ്തകമാകെ നശിക്കുകയും, അങ്ങനെ ഒരുപാട് നമുക്ക് സുഭാഷ് ചന്ദ്രനെ അറിയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്കതൊരു അദ്ദേഹത്തിൻ്റെ യാത്ര, അദ്ദേഹത്തിന് ഡിപ്രഷൻ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളും, പിന്നെ 17 വയസ്സിൽ എഴുതിയ കഥ വളരെ മനോഹരമായിട്ട് മാതൃഭൂമി ബുക്സിൽ അവാർഡ് ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങാനായ പോയി കഥയും ഒക്കെ നല്ല മനോഹരമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ എഴുത്ത് രീതി എനിക്ക് ഇഷ്ടമാണ്. സുഭാഷ് ചന്ദ്രൻ്റെ എഴുത്ത് ഭാഷ എനിക്കിഷ്ടമാണ്. പിന്നെ ഇതിനകത്ത് സമുദ്രശിലയിൽ അമ്പ വായിച്ചിട്ടുള്ള ഒരു വെള്ളിയാങ്കല്ലിൻ്റെ യാത്ര, ഇതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എഴുത്തുകാരനെ അറിയാനായിട്ട്, പിന്നെ ഇത് പറയുന്നുണ്ട്, ഇതൊക്കെ ചെറുകഥകളായിട്ട്, കാരണം അത്രയും നമുക്ക് ഇതൊക്കെ നമുക്ക് പല രീതിയിൽ എഴുതാം. ഇതിനകത്ത് നായകൻ സുഭാഷ് ചന്ദ്രനാണ്. എല്ലാ ഓർമ്മകളുടെയും, എല്ലാ കഥാരചനകളുടെയും, എല്ലാ ഓർമ്മക്കുറിപ്പുകളുടെയും നായകൻ സുഭാഷ് ചന്ദ്രനാണ്. പക്ഷേ ഇത് വേണമെങ്കിൽ കഥയായിട്ടോ ചെറുകഥയായിട്ടോ ഒക്കെ എഴുതാം. ആകെ 27 ചെറുകഥകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്ന് പറയുന്നു. ഇതൊക്കെ ചെറുകഥകളായിട്ട് എഴുതാം. പക്ഷേ അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ആഴവും വ്യാപ്തിയും, നമ്മൾ സുഭാഷ് ചന്ദ്രനെ മനസ്സിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളും അദ്ദേഹത്തിൻ്റെ സന്തോഷങ്ങളും കാണുമ്പോഴാണ് നമുക്കിത് കുറച്ചും കൂടി ഓർമ്മക്കുറിപ്പുകൾ കുറച്ചും കൂടി നന്നാവും. നമ്മളുടെ അതായത് ആ എഴുത്തുകാരൻ്റെ അനുഭവങ്ങൾ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് സച്ചിൻ ടെണ്ടുൽക്കറിനെ, യേശുദാസിനെ, മേധി ഹസൻ, ഇവരെയൊക്കെ പുകഴ്ത്തിയിട്ടുള്ള നോവൽ, അവരോടുള്ള ആരാധന ഒക്കെ ഇതിനകത്ത് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ വിശേഷങ്ങൾ. സുഭാഷ് ചന്ദ്രൻ എഴുതിയിരിക്കുന്ന 50 ആത്മകഥകൾ, അദ്ദേഹത്തിൻ്റെ തന്നെ കഥകളാണ്. അപ്പോൾ ഇത് ചോദിച്ചു, 50 വയസ്സിൻ്റെയോടനുബന്ധിച്ചിട്ടാണ് ഈ 50 ആത്മകഥകൾ എഴുതുന്നത്. അപ്പോൾ ഇതിനകത്ത് ആമുഖത്തിൽ പറയുന്നുണ്ട്, ഇത് എൻ്റെ ഓർമ്മകൾ, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും, പോയില്ലേ എന്നുള്ളൊരു ചിന്താഗതി. അപ്പോൾ അത് അതുകൊണ്ട് കൂടിയിട്ടൊക്കെയാണ് ഇതിങ്ങനെ ആക്കാമെന്ന് തീരുമാനിച്ചത്. ഇതിൻ്റെ ബ്ലർബിൽ എഴുതിയിരിക്കുന്നത്, സ്വപ്നങ്ങളിൽ ഏറ്റവും അധികം പ്രത്യക്ഷമായിട്ടുള്ളത് സ്ത്രീ
ലളിതാംബികയാണ്, സരസ്വതി ദേവിയാണ്. അതായത് പ്രേമസ്വരൂപിണിയായിട്ടുള്ള ലളിതാംബികയായിട്ടാണ് എൻ്റെ സ്വപ്നങ്ങളിൽ വരാറ്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഞങ്ങൾ പ്രണയിക്കുകയും ഭോഗിക്കുകയും തൃപ്തി കിട്ടാതെ പരസ്പരം പഴി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരനെ ഏറ്റവും നമ്മൾ പ്രണയിക്കുന്നത് സരസ്വതി ദേവിയാണ് എന്നുള്ള അതൊക്കെ എനിക്ക് അങ്ങനത്തെ വാചകങ്ങൾ അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന വാചകങ്ങളാണ്. എനിക്കത് വളരെ ഒരു കൗതുകകരമായിട്ട് തോന്നി. ഈ പുസ്തകത്തിനകത്ത് ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതിയെ പറ്റി പറയുന്നുണ്ട്. എഴുത്ത് രീതിയെ പറ്റി പറയുമ്പോൾ ഒരു മേശയോ ഒരു റൈറ്റിംഗ് പാഡോ ഒന്നുമില്ലാതെ അമ്മിക്കല്ലിൽ വെച്ച് എഴുതിയ കഥകളും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മളുടെ ഒരു നമുക്ക് ആ ഒരു എഴുത്തുകാരൻ്റെ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു എഴുത്തുകാരനാവാനായിട്ട് കുറേ സാധന സാമഗ്രികളുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് ഇപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.